അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ നല്ലവരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, റമളാനിൻ്റെ ആദ്യ 10 കഴിയുമ്പോൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിലെ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ബദർ യുദ്ധം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ ധാരാളം അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് നൽകിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് വളരെ ദുർബലരായ, എണ്ണത്തിലും ആയുധ സന്നാഹത്തിലുമെല്ലാം വളരെ കുറവുണ്ടായിരുന്ന ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ വിജയം എന്നുള്ളത്. ഹിജറ 2-ാം വർഷം റമളാൻ 17-ാം തീയതി മദീനയിൽ നിന്നും ഏകദേശം 150ഓളം കിലോമീറ്റർ അകലെയുള്ള ബദർ എന്ന സ്ഥലത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 300ഓളം സ്വഹാബികളും കടന്നു ചെല്ലുകയാണ്. പ്രവാചകൻ ആ ബദറിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് യുദ്ധം നടത്തണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനം കടന്നു വന്നതിന് ശേഷം മുഹാജിറുകളുടെ അടുക്കിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്ന് അവരോട് കാര്യം പറഞ്ഞ് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ഒരിക്കലും ബനു ഇസ്രായേലരായ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്നാ ഹാഹുന ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാം എന്ന സംസാരം ഞങ്ങൾ സംസാരിക്കുകയില്ല. പ്രവാചകരെ, താങ്കൾ ഇറങ്ങിക്കൊള്ളുക, ഞങ്ങളും താങ്കളുടെ കൂടെയുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവരോട് കാര്യം ചോദിച്ചപ്പോൾ അൻസാറുകളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകരെ, സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് താങ്കൾ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞാലും ഞങ്ങളും താങ്കളുടെ കൂടെ സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന് മുമ്പിൽ ഏത് വലിയ പർവ്വതങ്ങൾ മുന്നിൽ വന്നാലും അത് വിശ്വാസികൾക്കൊരു തടസ്സമല്ല. ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ അത് നമ്മൾ അനുസരിക്കുമ്പോൾ, പ്രവാചകനെ കൃത്യമായി പിൻപറ്റുമ്പോൾ അവിടെ നമ്മളെ പരിഹസിക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും നമ്മളെ നോക്കി തീവ്രവാദികളാണെന്ന് പറയുവാനും ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. എന്നാൽ ബദർ നമുക്ക് നൽകുന്ന പാഠമാണ്, ഒരു വിശ്വാസി അവിടെയൊന്നും അവൻ്റെ ആദർശത്തെ അടിയറവ് വെക്കുന്നവനല്ല. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും ആദർശത്തെയോ പ്രവാചകനെ പിൻപറ്റുന്നതിൽ നിന്നോ പിന്നോട്ട് പോകുന്നവനല്ല ഒരു വിശ്വാസി എന്നാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ബദറിലേക്ക് കടന്നു ചെന്ന് അവിടെ എത്തിയപ്പോൾ 1000-ൽ പരം മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഇസ്ലാമിനെ തകർക്കാൻ വന്ന സമയത്ത് എല്ലാം കൊണ്ടും ദുർബലതയെ അനുഭവിക്കുന്ന പ്രവാചകനും സ്വഹാബാക്കളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, എല്ലാം കൊണ്ടും ദുർബലതയാണ്, നീ സഹായിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി, വലഖദ് നസറകുമുല്ലാഹു ബിബദിരിൻ വഅൻതും മദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ബദർ യുദ്ധം നടന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കാൻ നടന്ന ഒരു യുദ്ധമായിരുന്നു യഥാർത്ഥത്തിൽ ബദർ യുദ്ധം എന്ന് പറയുന്നത്. അവിടെ വിശ്വാസികൾ മക്കയിലെ മുശ്രിക്കുകളുമായി പോരടിച്ചത്, ആ പോരടിക്കുന്നതിലൂടെ 14ഓളം ആളുകൾ ഇസ്ലാമിന് വേണ്ടി ഷഹീദായത് എന്തിനു വേണ്ടിയായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിയുറച്ച ആദർശത്തെ നിലനിർത്തുവാൻ വേണ്ടി, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടണമെന്ന, നേർച്ച വഴിപാടുകൾ അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കണമെന്ന
അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യരുത് എന്ന ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ തൗഹീദിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ആ സ്വഹാബാക്കൾ അവിടെ ചെന്ന് യുദ്ധം നടത്തിയത്. എന്നാൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലെ അവസ്ഥ വളരെയേറെ സങ്കടമാണ്. എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ യുദ്ധം നടത്തിയ സ്വഹാബികൾ, ബദറിൽ പങ്കെടുത്തവരെ ബദിരീങ്ങൾ എന്ന് പറയും. അതിലേകദേശം 14ഓളം ആളുകൾ ഷഹീദായി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെയുള്ള ചില ആളുകൾ ഈ ബദിരീങ്ങളുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്നത് കാണാൻ സാധിക്കും. ബദിരീങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ് നടത്തുന്നത് നമ്മൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബദിരീങ്ങളോട് പച്ചയായി വളരെ കൃത്യമായി പ്രാർത്ഥിക്കുന്നത് അവരുടെ ബദറുമാലകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കൃത്യമായി കൊണ്ട് ബദിരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ അസുഖങ്ങൾ മാറ്റിത്തരണേ, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ളത് പോലെ കൃത്യമായി പ്രാർത്ഥിക്കുന്നത്, അത് മാലയായി ബൈത്തായി കൊണ്ട് പാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒന്ന് ആലോചിച്ചു നോക്കുക. നാം എന്തിനു വേണ്ടിയാണോ ബദറിലേക്ക് കടന്നു ചെന്ന് സ്വഹാബാക്കൾ യുദ്ധം നടത്തി അവിടെ ബദിരീങ്ങളായി ഷഹീദായത്, അതിന് നേരെ വിപരീതമായി ഇന്ന് ചില ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ വിശ്വാസികൾ എന്ന നിലയിൽ ശക്തമായി കൊണ്ട് എതിർക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി ബദറിൻ്റെ ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഊർജമേകുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, ഈമാനിന് കരുത്തേകുന്നതായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഭരണകൂടങ്ങൾ അതേപോലെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളെല്ലാം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്തൊരു പേടി സൃഷ്ടിക്കുകയാണ്. അവിടെയെല്ലാം നമ്മൾ ബദർ നമുക്ക് പാഠമാക്കിയാൽ ബദറിൻ്റെ പാഠങ്ങൾ നമുക്ക് ഊർജം നൽകിക്കൊണ്ട് ഏത് നിയമങ്ങൾ വന്നാലും, ഏതു ഭരണം വന്നാലും, എന്തൊക്കെ ആളുകൾ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഇസ്ലാമിനെ അള്ളാഹു സഹായിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബദറിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം തൗഹീദാണ്. തൗഹീദ് നിലനിർത്തുക, തൗഹീദിന് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ വരുത്താതിരുത്തുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹുവിനോട് മാത്രം തേടുന്ന തേട്ടങ്ങൾ ഒരാളിലേക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക. അള്ളാഹിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുക. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും കടന്നു ചെന്ന് അവിടെ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളോട് പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.